ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് കുറച്ച് ഫെയർനെസ് കൂടുതലുണ്ട് എൻ്റെ ഫേസിൽ. ഞാനിപ്പോൾ ഒരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് കുറേ ഡസ്റ്റും കുറേ ക്ലൈമറ്റ് ചേഞ്ചസും ഒക്കെ ഉള്ളത് കാരണം നമ്മളുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി ഒരു ഡൾ സ്കിന്നിലേക്ക് പോകും. ഒരു ഷെയ്ഡ് കുറവാകും നമ്മളുടെ കളർ. ഓക്കെ, ആർക്കാണെങ്കിലും നമ്മളുടെ സ്കിൻ സൂക്ഷിക്കണം എന്നുള്ള ആഗ്രഹം വളരെ ഉണ്ടാവും. ചിലർ പറയും, ചിലർ പറയത്തില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും തന്നെ മെയിലാകട്ടെ ഫീമെയിൽ ആകട്ടെ സ്കിന്ന് സൂക്ഷിക്കണം എന്നുള്ള ആഗ്രഹം വളരെ ഉണ്ട്. നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മൾ നീറ്റ് ആയിരിക്കണം, സൊസൈറ്റിയുടെ മുന്നിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നീറ്റ് ആയിരിക്കണം എന്നൊക്കെയുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ആവശ്യം, അല്ലേ? നമ്മൾ പറഞ്ഞു സ്കിൻ കെയർ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, അതിൻ്റെ സൈക്കോളജി എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം സ്കിൻ കെയർ ചെയ്യുന്നവരെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട്. വേറെ പണിയൊന്നുമില്ല, അല്ലെ കാശിൻ്റെ അഹങ്കാരം കൊണ്ട് സ്കിൻ കെയർ ചെയ്യുന്നതാണ്, അവർ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, അവർക്ക് എത്ര രൂപ കൊടുത്തും ഓരോ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ആരാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ വിമർശിക്കാൻ വരുമ്പോൾ അത് വലിയ ഇതാണ്, കാശിൻ്റെ ഇതാണ്, കാശ് കുറേ ഉണ്ട് അതുകൊണ്ട് വാങ്ങിച്ച് സ്കിൻ കെയർ ചെയ്യുവാണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നമ്മളുടെ ഡിസിഷൻ, നമ്മളുടെ പുറത്ത് നമ്മൾ ചെയ്യുന്ന, നമ്മൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന എന്ത് ഡിസിഷനും കറക്റ്റ് തന്നെയായിരിക്കും. കാരണം നമ്മൾക്ക് ദ്രോഹം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് സ്കിൻ കെയർ ചെയ്യാൻ ഒട്ടും മടിക്കണ്ട. ഓക്കെ, കം ടു ദ പോയിന്റ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉറപ്പായിട്ടും നമ്മൾക്ക് സ്കിന്ന് ഡള്ളാവും. അപ്പോൾ ആ ഡള്ളായിട്ടുള്ള സ്കിന്നെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ, ഒന്ന് എനർജറ്റിക് ആക്കാൻ, റെജുനേറ്റ് ചെയ്യാൻ ഒക്കെ നമ്മൾക്ക് 2-3 ഫേസ് പാക്ക് ഇന്ന് നോക്കാം. ആ ഫേസ് പാക്കിൽ നിങ്ങൾക്ക് ഏതാണ് കറക്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസ് പാക്ക് ഇടാവുന്നതാണ്. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ്, ഫേസ് പാക്ക് ചിലതൊക്കെ ഡെയിലി ഒരു 7 ഡേയ്സിൽ ഇടാൻ പറയും. പക്ഷേ മോസ്റ്റ്ലി നമുക്ക് ഫേസ് പാക്ക് ആഴ്ചയിൽ 3 ദിവസം മാത്രം ഇട്ടാൽ മതിയാവും. ഫേസ് പാക്ക് ഒരിക്കലും ഫേസിൽ കണ്ടമാനം ഡ്രൈ ആകാൻ അനുവദിക്കരുത്. കണ്ടമാനം ഡ്രൈ ആകുന്ന ഫേസ് പാക്കുകളുണ്ട് ചില ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അല്ലാതെ നമ്മൾ ഇടുന്ന ഫേസ് പാക്കുകളൊന്നും തന്നെ ഡ്രൈ ആകാൻ അനുവദിക്കരുത്, എക്സ്പെഷ്യലി എബവ് 25. കാരണം നമ്മളുടെ സ്കിൻ അപ്പോഴാണ് ഏജിങ്ങിലേക്ക് പോകുന്നതും ഏജിങ്ങിന് വേണ്ടി പ്രിപ്പയർ നമ്മളുടെ ഹോർമോൺ ലെവലൊക്കെ മാറുന്നപ്പോഴാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഉരച്ച് കഴുകുമ്പോൾ സ്കിന്നിന് റാഷസ് വരും, ഓപ്പൺ പോസ് വരും, ഫൈൻ ലൈൻസ് വീഴും. ഓക്കെ, ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകാം, അവിടെ നിന്ന് തന്നെ നമ്മൾക്ക് പാടുകൾ ഉണ്ടാകാം. സോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, ഒരു റബ്ബർ ബാൻഡ് ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ അത് വലിഞ്ഞു വരും. പക്ഷെ വിട്ട് കഴിയുമ്പോൾ വീണ്ടും ആ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഫ്രഷ് പോലെ വരില്ല. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്കിൻ ഒരിക്കലും ഇങ്ങനെ വലിഞ്ഞ് ടൈറ്റ് ആകുന്ന പോലെ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ഫേസ് പാക്ക് ആവട്ടെ, പീൽ ഓഫ് മാസ്ക് ആവട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, കംപ്ലീറ്റ് ഡ്രൈ ആകാൻ സമ്മതിക്കരുത്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇന്നത്തെ ഫേസ് പാക്ക് ഫേസ് ഫെയർ ആകാൻ വേണ്ടിയുള്ളതെന്ന് നോക്കാം. പഴയ പുരാതന കാലം മുതൽ തന്നെ പാല് നമ്മുടെ സ്കിൻ കെയറിൽ ഉപയോഗിച്ചിരുന്നു. ഏജ് ആകുന്നതിനെ തടയാനും യൂത്ത്ഫുൾ ലുക്ക് നമ്മുടെ സ്കിന്നിനെ തരാനും വേണ്ടി. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഈ പ്രയോജനമൊക്കെ കിട്ടുകയുള്ളൂ എന്ന് മറക്കരുത്. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് ബ്രൈറ്റൻ ചെയ്യുകയും യുവത്വമുള്ളതാക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നമ്മുടെ സ്കിന്നിനെ ഫെയർ ആക്കാനും യങ് ആക്കാനും ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റാനും സഹായിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് 3 ഡ്രോപ്പ് ജോജോബ ഓയിൽ ഇല്ലെങ്കിൽ ഹോഹോബോ ഓയിൽ എന്ന് പറയുന്ന ഓയിലാണ്. സ്കിന്നിലോട്ട് ഏറ്റവും ചേർന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒന്നാണിത്. ഇത് എന്തിൻ്റെയെങ്കിലും കൂടെ മിക്സ് ചെയ്തിട്ട് മാത്രമേ ഫേസിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്ത ഒരു ലോഷൻ ഫേസ് പാക്കാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഫേസിൽ ഇടേണ്ടത് 10 മുതൽ 15 മിനിറ്റ് വരെയാണ്. നിങ്ങൾക്ക് 1-2 ലെയർ ഡ്രൈ ആകുമ്പോൾ ഇത് നമ്മളുടെ ഫേസിൽ ഇടാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് കൊണ്ട് കഴുകി വൃത്തിയാക്കിയ ഫേസിലേക്ക് മാത്രമേ എന്തും തന്നെ അപ്ലൈ ചെയ്യാവുള്ളൂ. അത് മാത്രമേ നമ്മൾക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ക്ലോഗ് ആകുകയും പോസിലേക്കൊക്കെ ഇത് കയറി വീണ്ടും ആക്നെ, ഏജ് ആയിട്ടുള്ളവർക്കും ആക്നെ വരാനായിട്ടുള്ള, മെച്യൂർ ആക്നെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 10 to 15 മിനിറ്റ്സ് നമുക്ക് വെക്കാം. അത് കഴിഞ്ഞ് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട്
ഉടനെ തന്നെ സാധാരണ കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഐസ് ക്യൂബ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റ് ഐസ് കൊണ്ട് റബ്ബ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്ത ഫേസ് പാക്കിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഓറഞ്ചാണ്. ഓറഞ്ചിൽ വൈറ്റമിൻ സിയും ഷുഗറും ഒക്കെ കൂടുതലുണ്ട്. എക്സ്പെഷ്യലി മാൻഡ്രിൻ ഓറഞ്ച് ആണിത്. ഇതിൽ ഒരുപാട് ഷുഗർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഫേസ് ബ്രൈറ്റ് ആവുന്നതാണ്. പക്ഷെ ലൈമിന്റെ ആ ഒരു അസിഡിക് എഫക്റ്റ് ഒരുപാട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം മതിയാവും നമ്മൾക്ക്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നത് റൈസ് ഫ്ലോർ ആണ്. എല്ലാവർക്കും അറിയാം, ഫേസിനെ ബ്രൈറ്റൻ ആക്കാനും ചുളിവുകളൊക്കെ മാറ്റാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാനും ഒക്കെ ഈ ഫേസ് പാക്ക് നമ്മൾക്ക് സഹായിക്കുന്നതാണ്. ഡാർക്ക് സ്പോട്ട് മാറാനൊക്കെ. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പാലാണ്. കാച്ചാത്ത പാലാണ് കേട്ടത്. പാല് വളരെ കുറച്ച് മതിയാവും. 1-2 സ്പൂൺ, തീർത്തും വേണ്ട, അത്ര തന്നെ മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വീണ്ടും നമ്മൾ ഒഴിക്കുന്നത് ഹോഹോബ ഓയിൽ അല്ലെങ്കിൽ ജോജോബ ഓയിൽ എന്ന് പറയുന്ന ഓയിലാണ്. ഇത് അത്ര തന്നെ സ്കിൻ ഫ്രണ്ട്ലി ആണ് ഈ ഓയിൽ. അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് തേക്കരുത്. എന്തെങ്കിലും മിക്സ് ചെയ്ത് മാത്രമേ തേക്കാമുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് 5 to 6 മിനിറ്റ്സ് മാത്രമേ ചെയ്യാവുള്ളൂ. എന്നിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ തന്നെയും ഫേസ് വാഷ് ചെയ്തിട്ട് തന്നെ വേണം ഇടാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവത്തേ ഉള്ളൂ. ഫേസിൽ ഇട്ട് കഴിഞ്ഞ് 5 to 6 മിനിറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക. ലൂക്ക് വാം വാട്ടർ, ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞ് സാധാരണ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക. പറ്റുമെങ്കിൽ ഐസ് കൊണ്ട് ഒരു 2-3 മിനിറ്റ് ഒരു റബ്ബ് കൊടുക്കാൻ, ഒരു മസാജ് കൊടുക്കാൻ മറക്കണ്ട. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞറിയിക്കണേ. അപ്പോൾ നമ്മൾക്ക് അടുത്ത പാക്കിലേക്ക് പോകാം. അടുത്ത പാക്കിലേക്കും നമ്മൾ മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത്, ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് മിൽക്ക് തന്നെയാണ്. കാച്ചാത്ത പശുവിൻ പാലാണ്. കാച്ചിയ പാൽ ഉപയോഗിക്കാമോ എന്ന് ചോദിക്കും. രണ്ടിനും 2 പ്രയോജനമാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. കൂടുതൽ പ്രയോജനം കിട്ടുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കും ഞാൻ പറയുക. ഇതിലേക്ക് നമ്മൾ ഇടുന്നത് നമ്മളുടെ വിഭൂതി സ്റ്റോറിലുള്ള സ്കിൻ ബ്രൈറ്റനിങ് പൗഡർ ആണ്. ഇത് പാലിലോ തക്കാളി ജ്യൂസിലോ തക്കാളി പൾപ്പിലോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വൈറ്റമിൻ ഇ ഓയിലിന്റെ ഡ്രോപ്സും കൂടി ഇടുന്നുണ്ട്. സമ്മർ ആയതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. പിന്നെ നമ്മൾക്ക് കുറച്ച് മാൻഡ്രിൻ ഓറഞ്ചിന്റെ ജ്യൂസും കൂടെ ചേർക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് പൊട്ടറ്റോ ജ്യൂസ് ചേർക്കാം, തക്കാളി പൾപ്പ് ചേർക്കാം, പാല് കൂടെ മിക്സ് ചെയ്യാം. പാൽ അലർജി ഉള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇത് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഫേസിനെ ഫെയർ ആക്കാനും റിങ്കിൾസ് മാറാനും ഫൈൻ ലൈൻസ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു കോട്ടൺ പാഡ്, ഇത് വളരെ സോഫ്റ്റ് ആണ് ഈ കോട്ടൺ പാഡ്. ഇത് വെച്ചിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഫേസിൽ വാഷ് ചെയ്ത ഫേസിൽ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ പതുക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കൊടുത്ത് 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യാം. ഇതുപോലെ അണ്ടർ ഐയിലും ഈ പാഡ് വെച്ച് കൊടുക്കുന്നത് ഡാർക്ക് മാറാൻ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കട്ടെ. ഞാൻ ഇന്ന് മെസ്സി ഹെയർ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ചില സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് മെസ്സി ഹെയർ ഇഷ്ടമാണ്. ഞാൻ ഷാമ്പു ഇട്ട് കഴുകിയിട്ട് ചീകാതെ തന്നെ അങ്ങനെയുള്ള ഒരു മെസ്സി ഹെയർ ഇഷ്ടമാണ്. എസ്പെഷ്യലി നമ്മളുടെ ഹെർബൽ ഹെയർ വാഷ് പൗഡർ വെച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കേളൊന്നും ചെയ്യാതെ കുറച്ചൊക്കെ, എൻ്റെ മുടി കുറച്ച് ഓവർ വേവിയാണ്, അത് ഇങ്ങനെയും കൂടി ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും. ഒരു മെസ്സി ഹെയർ എപ്പോഴും ഫേസിന് ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് എപ്പോഴെങ്കിലും അത് ട്രൈ ചെയ്യാമെന്നുണ്ട്, മെസ്സി ഹെയർ ട്രൈ ചെയ്ത് നോക്കൂ. സോ ഫേസ് പാക്കുകളൊക്കെ കണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാമെന്നുണ്ട്. പിന്നെ സമ്മർ ആയത് കാരണം കുറച്ച് ലിക്വിഡ് ഫേസ് പാക്ക് ഇടുമ്പോൾ കുറച്ചുകൂടെ നേരം നമ്മളുടെ ഫേസിൽ അത് ഡ്രൈ ആകാതിരിക്കുകയും ഫേസിലോട്ട് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുകയും ഒക്കെ ചെയ്യും. ഒരു ഫേസ് പാക്ക് നമ്മൾ കുറച്ചൊരു സെമി ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ബാക്കിയൊക്കെ കുറച്ച് ലോഷൻ പോലെയാണ്. സോ അങ്ങനത്തെ ഫേസ് പാക്കുകൾ കുറച്ച് നല്ലതാണ് ഡ്രൈ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക്, ഓയിലി സ്കിന്നുള്ളവർക്ക് ആ സെക്കൻഡ് ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം അവരുടെ ഫേസ് ഒരിക്കലും ഡ്രൈ ആവില്ല. എല്ലാ ഫേസ് പാക്കും എല്ലാ സ്കിന്നുള്ളവർക്കും പറ്റുന്നതാണ്. സെക്കൻഡ് വൺ ഓയിലി സ്കിന്നുള്ളവർക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതുപോലെ വൈറ്റമിൻ സി, ഞാൻ മാൻഡ്രിൻ ഓറഞ്ച് എന്തുകൊണ്ട് എടുത്തെന്ന് വെച്ചാൽ അതിന് കുറച്ചും കൂടി ഷുഗർ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആവും.
ഷുഗറുമുണ്ട്, ഓറഞ്ചിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് ഫേസിലേക്ക് കിട്ടും. പിന്നെ വൈറ്റമിൻ സി, ചിലർക്ക് നാരങ്ങയൊക്കെ അലർജി ഉള്ളവർക്ക് ഇത് കുറച്ച് സൂതിങ് ആയിരിക്കും ഫേസിലേക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഫേസ് പാക്ക് ഇട്ട് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ എപ്പോഴാണ് ഫേസ് പാക്ക് ഇടാറുള്ളതെന്ന് ടൈം ഒന്ന് മെൻഷൻ ചെയ്യാമോ കമൻറ്റിൽ? അപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ഈ സമയത്ത് ഫേസ് പാക്ക് ഇടരുത്, ഇങ്ങനെ ഇടരുത്, അങ്ങനെ ഇടരുതെന്നൊക്കെ. എന്ത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞും ഒരു ചെറിയ ഐസ് റബ്ബ് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് നമ്മൾ ഫേസ് പാക്ക് ഇട്ടിട്ട് വാഷ് ചെയ്യുമല്ലോ, വാഷ് ചെയ്തിട്ട് ആ വെള്ളം ഉണങ്ങുന്നതിന് മുന്നേ തന്നെ, ആ വെള്ളം തുടയ്ക്കാതെ തന്നെ നമ്മൾ ചെറിയ ഒരു ഐസ് എടുത്തിട്ട് അത് ആ ഐസ് ക്യൂബ് നിങ്ങൾ ലിക്വർ ഐസോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഒക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അല്ലെങ്കിൽ വെള്ളരിക്ക നീര് കൊണ്ട് ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസ് വെച്ചിട്ട് ഐസ് ക്യൂബ് ഉണ്ടാക്കി വെച്ചാൽ, നാരങ്ങ വെള്ളമില്ലേ പഞ്ചസാര ഇട്ട് അതുകൊണ്ടുള്ള ഐസ് ക്യൂബും ഫേസിലിടുന്നത് റബ്ബ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇത് റബ്ബ് ചെയ്യേണ്ടത് 2-3 മിനിറ്റ് മാത്രമാണ് കേട്ടോ, ഒരുപാട് റബ്ബ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഫേസിലേക്ക് ഡയറക്റ്റായിട്ട് റബ്ബ് ചെയ്യാതിരിക്കുക. ഓക്കെ, എനിക്ക് എൻ്റെ ഫേസിൻ്റെ ഫ്രഷ്നെസ് ഇഷ്ടപ്പെട്ടു. കുളിച്ചിട്ട് ഫേസ് പാക്ക് ഇട്ടിട്ട് കുളിച്ചിട്ട് ഇങ്ങനെ ഒരു മെസ്സി ഹെയർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയാൻ മറക്കരുത്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ചിലരൊക്കെ ഓക്കെ, നമ്മളെല്ലാവരും ഒരുപോലെ അല്ലല്ലോ, ഓരോരുത്തരുടെ കൺവീനിയൻ്റ് ആണ് അവരവരുടെ ലൈഫ്. ഒരിക്കലും വിചാരിക്കരുത് അവരെ പോലെ ജീവിക്കണം, ഇവരെ പോലെ ജീവിക്കണം, അങ്ങനെയാവണം, ഇങ്ങനെയാവണം. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരുപാട് പേർ നമ്മുടെ റിലേറ്റീവ്സിനുള്ളിൽ തന്നെ കാണും, നമ്മളുടെ ക്ലോസ് റിലേറ്റീവ്സ് തന്നെ കാണും, അല്ലെങ്കിൽ നമ്മളുടെ മേ ബി മദർ ഓൾസോ. ഓക്കെ, എൻ്റെ അമ്മ അങ്ങനെ അല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ക്ലോസ് റിലേറ്റീവ് അതിൽ കൂടുതൽ ക്ലോസ് നമുക്ക് ലോകത്തിലാരും ഇല്ലല്ലോ, അമ്മയാണ് നമുക്ക് ഫസ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞാണ് ബാക്കിയെല്ലാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് പേര് കാണും, അവരൊക്കെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നിരിക്കും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇഫ് യു ആർ റൈറ്റ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ഇഫ് യു ആർ വെൻ യു ആർ ടോക്കിംഗ് ബിഫോർ ബെഡ്, so you have to convince you only. There is no need to convince others before your bed. If you are fine before your sleep that day, you are okay. ഓക്കെ, നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. അത് മാത്രം ആലോചിച്ചാൽ, നമ്മൾക്ക് എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടെങ്കിലോ, നമ്മൾക്ക് എന്തെങ്കിലും നമ്മളെക്കുറിച്ച് അങ്ങനെ തോന്നിയാൽ മാത്രം അവിടെ ഒന്ന് ബോദർ ചെയ്താൽ മതി, കറക്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതിനെ കൊണ്ട് പേറി നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതല്ലോ എന്ന് ഓർത്തിട്ട് ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാൻ പറയാൻ വന്നത്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു സ്കിൻ കെയർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, വീഡിയോസൊക്കെ കാണാറുണ്ട്. സ്കിൻ കെയറിൻ്റെ ആ പാർട്ട് വിട്ടിട്ട് സംസാരിക്കുന്ന മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസ് വഴി ഉദ്ദേശിക്കുന്നത് ഒൺലി സ്കിൻ കെയർ മാത്രമല്ല, സ്കിന്നിൻ്റെ പ്രോബ്ലം കാരണം എന്തെങ്കിലും സങ്കടമുള്ള ഒരുപാട് പേർ, ഞാൻ വലിയ വലിയ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല, എന്തെങ്കിലും ചെറിയ ചെറിയ വിഷമങ്ങളോ വലിയ വിഷമങ്ങളോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും വിഷമമുള്ള, എന്തെങ്കിലും ആങ്സൈറ്റി ഉള്ള, ഇങ്ങനെ കറക്റ്റ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് കറക്റ്റ് ആക്കാനും, അല്ലെങ്കിൽ അതുകൊണ്ട് ബുള്ളിങ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യമാണ് അല്ലേ, ബാക്ക് സ്റ്റാബ് ചെയ്യുക, ബുള്ളിങ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരദൂഷണം, അങ്ങനത്തെ കുറേ വാക്കുകൾ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ കൊണ്ട് വിഷമിക്കുന്നവർ, അല്ലെങ്കിൽ കുറേ അവരെല്ലാം ഗ്രൂപ്പായിട്ട് ഒരാളെ മാത്രം ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ, നമ്മുടെ ലൈഫാണല്ലേ, എല്ലാവരുടെയും ലൈഫിൽ കുറേ കാര്യങ്ങൾ കാണും. ഒരു 5 വയസ്സായുള്ള കുട്ടി മുതൽ 90-100 വയസ്സായ ആൾ വരേക്കും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. നമ്മൾ വിചാരിക്കും 5 വയസ്സുള്ള കുട്ടിയല്ലേ, അതിന് എന്താണ് ബുദ്ധിമുട്ട്, ഒരുപാട് കാണും. കുഞ്ഞു മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കാണും. ആ സെയിം വെയിറ്റോടെ തന്നെ 95 വയസ്സുള്ള ഒരാളുടെ മനസ്സിലും ഒരുപാട് കാര്യങ്ങൾ കാണും. മനസ്സിൻ്റെ വിഷമം എന്ന് പറയുന്നത് ഏത് വയസ്സിലും ഒരേപോലെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, മനസ്സിലായി? അതിന് വയസ്സ് അല്ലെങ്കിൽ പ്രായം അങ്ങനെ ഒന്നുമില്ല. അത് മനസ്സെപ്പോഴും ഒരേ ഏജിലാണ് ഉണ്ടാവുക, മനസ്സിന് ഏജ് ആവുന്നില്ല. നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഏജ് ആവുക, ഒരിക്കലും നമ്മുടെ മനസ്സിന് ഏജ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. കാരണം അവർ ചിലപ്പോൾ സിക്കിലൂടെ ആയിരിക്കും കടന്നു പോവുക, അല്ലെങ്കിൽ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അവർക്ക് ചിലപ്പം മനസ്സിൽ എല്ലാം ചിന്നിച്ചെതറി കിടക്കുന്ന കുറേ പോയിൻസുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാം. ഇപ്പോൾ എനിക്ക് തന്നെ ചില കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ വേറൊരാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് ഞാനിത് റീകളക്ട് ചെയ്തെടുക്കുക. സോ അതിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന്
ഒന്ന് എന്താ പറയുക, ബ്രഷപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, യെസ് അത് കറക്റ്റാണല്ലോ, ഞാൻ ഈ കാര്യത്തിൽ കറക്റ്റാണല്ലോ. നിങ്ങൾക്ക് നിങ്ങൾ കറക്റ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ചാൻസാണ് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? കാരണം ഒരുപാട് പേരും അവരോട് സംസാരിക്കാൻ ആരുമില്ലാതെ, അവരെ മനസ്സിലാക്കാൻ ആരുമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ ഒന്ന് മനസ്സിലാക്കുക, നമ്മളെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെയും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളും ആരെയും മനസ്സിലാക്കിയിട്ടുമില്ല. ഓക്കെ, നമ്മൾ ചിലപ്പോൾ പറയത്തില്ല എൻ്റെ പാർട്ട്ണർ എന്നെ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് എൻ്റെ എല്ലാ കാര്യങ്ങളും. ഒരിക്കലുമില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും അറിയില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളുടെ പെയിൻ എത്രത്തോളം, ഒരു മുറിവ് മുറിഞ്ഞിട്ട് നമ്മളുടെ പെയിൻ എത്രത്തോളം ഉണ്ടെന്ന്, അയ്യോ എനിക്ക് വേദന എടുക്കുന്നു എന്ന് നമ്മൾ വേറൊരാളോട് പറഞ്ഞാൽ അവർക്കത് ആണോ കഷ്ടം എന്ന് പറയുമ്പോൾ അവരത് ഫീൽ ചെയ്തിട്ട് വിഷമം കാണുമായിരിക്കും. പക്ഷെ അവർക്ക് ആ വേദനയുടെ ഡെപ്ത് എന്താണെന്നും ഗ്രേഡ് എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് വേറൊരാളുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ വേറൊരാൾക്ക് മനസ്സിലാവില്ല. അത് അങ്ങനെയാണ് നേച്ചർ. ഓക്കെ, അതുകൊണ്ട് നമ്മളെ ആരും മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടോ, ദാറ്റ്സ് എ പോയിന്റ്. അവിടെയാണ് കാര്യം. അത് മാത്രം മനസ്സിലാക്കിയത്. മറ്റുള്ളവരെന്ത് പറഞ്ഞു, അല്ലെ അവരുടെ കമൻറ്റ്, ദാറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. ഓക്കെ, അത് മൈൻഡിലോട്ട് എടുക്കേണ്ട കാര്യമില്ല. മനസ്സിൽ അവരെക്കുറിച്ച് ഓർത്തൊന്ന് ചിരിച്ചാൽ മാത്രം മതി. ഓക്കെ, നല്ല കമൻറ്റ് പറയുന്നവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനും മടിക്കണ്ട. ഓക്കെ, ഫൈൻ. അപ്പോൾ എല്ലാം കൊണ്ടും സന്തോഷമായിട്ട് ഇരിക്കുക. സ്കിൻ കെയർ പറ്റുന്ന മാതിരിയൊക്കെ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു വീക്ക്ലി 3 days ഒക്കെ ചെയ്യുക. നിങ്ങൾ കണ്ണാടിയിൽ നോക്കാൻ മടിക്കരുത്. കണ്ണാടിയിൽ നോക്കുക, ഓക്കെ ആണോ, സ്കിൻ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒന്ന് പാമ്പർ ചെയ്യുക. അവർ ചെയ്തല്ലോ, ഇവർ ചെയ്തല്ലോ, ആ സിനിമാ നടി അത് ഉപയോഗിക്കുന്നല്ലോ, ഈ സിനിമാ നടി ഉപയോഗിക്കുന്നല്ലോ എന്ന് വെച്ചിട്ട് ചുമ്മാ കാശ് കൊണ്ട് കളയണ്ട. സോ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റുകളൊക്കെ വിഭൂതിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ വീഡിയോ ത്രൂ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ അതുവഴി വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. സോ എല്ലാവർക്കും, വാങ്ങിച്ചവർക്കൊക്കെ പ്രോഡക്റ്റുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മാത്രം ചോദിക്കുക. ഇവിടെ വീഡിയോയുടെ ഡൗട്ട് മാത്രം ചോദിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. ഇനിയും നിങ്ങളുടെ കൂടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നത് വരെ ടേക്ക് കെയർ.